ഇപ്പം മാമനെ അന്ന് ഞങ്ങൾ പോയി കണ്ടില്ലായിരുന്നു, മാമൻ എന്നേ മരിച്ചു പോയിരുന്നു. പക്ഷേ ഞങ്ങളത് വയ്ക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്കും ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മുന്നിലേക്കുമാണ്. നമസ്കാരം. എൻ്റെ കൂടെ ഒരു 80 വയസ്സുള്ള രവീന്ദ്രൻ എന്നൊരു മാമൻ ഇരിപ്പുണ്ട്. മാമൻ്റെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. മാമൻ എന്തൊക്കെയോ നമ്മളോടും പ്രേക്ഷകരോടും പറയാനുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. മാമ കാര്യം പറ, എന്താ മാമ വിഷയം? എന്താണ് വിഷയം? എന്താണ് മാമന് വൈഫോട്ടുള്ള വിഷയം? അതിനുശേഷം മാമനെ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നൊക്കെ പറയുന്നത് ശരിയാണോ? മാമനെ നിർബന്ധിച്ച് ഭ്രാന്താശുപത്രി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ശരിയാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ പറയട്ടെ. ഞാൻ ഈ 3 കൊല്ലമായിട്ട് ആഹാരം കഴിക്കാതെ വീട്ടിൽ കഴിയണം. ആ വീട്ടിൽ എനിക്ക് റൂമുണ്ട്, അത് ഞാൻ കഴിയണം. കഴിയുമ്പോഴേ രാത്രി ഒരു 8-9 മണിയായപ്പോഴും ഞാൻ മൊബൈലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇരിക്കുമ്പോഴൊരു 3-4 ഗുണ്ടകൾ ആളുകളകത്ത് കയറി വന്ന് എനിക്ക് അറസ്റ്റ് വാറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയത് അവന്മാർ പോലീസൊന്നുമില്ല, പിന്നെ അവന്മാരുടെ പിണങ്ങിയാലും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കൂടെ പോയി. അവിടെ ചെന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? കല്ലമ്പലത്തിലേക്ക്. കല്ലമ്പലത്ത് എവിടെ? അവിടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെയാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് എനിക്ക് ചികിത്സ ഒന്നും തന്നില്ല. 40 ദിവസം ചികിത്സ തന്നില്ല. ഞാൻ ഈ പറയുന്ന ഒരു ദിവസം 4 നേരം ഈ ഗുളിക തരും. ഇത് തിന്നില്ലെങ്കിൽ അടിക്കും. തിന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് കുറച്ച് പേര് ഇങ്ങനെ കയറി പിടിക്കും. കുറച്ച് പേര് എൻ്റെ അതിൻ്റെ ഇടയിൽ കയറ്റി ഗുളിക തിട്ടും. അങ്ങനെ 1-2 ദിവസമായപ്പോൾ അവിടെ പറഞ്ഞ് കടിക്ക് പിന്നെ ഞാൻ കൊണ്ടുവന്ന മരുന്ന് ഇടണം. മാമ കൊണ്ടുപോയി മരുന്ന് തരൂല? ഇല്ല, അവർ തരുന്ന ഭ്രാന്തടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചാവണം. ഇത് രണ്ടാണ് എൻ്റെ അളിയൻ്റെ ആവശ്യം. അളിയെ ഇപ്പോൾ പറയണത് കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ടല്ലെന്ന് പറഞ്ഞാൽ ഇത് ആര് കുടുംബത്തിൽ പറഞ്ഞു തീർക്കാം? എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ഒരു 3 വർഷമായി ഞാനും ഭാര്യയായിട്ട് പിണക്കും. ഈ ബന്ധുക്കളായോണ്ടേ വലിയ ഭാര്യാപുത്ര സ്നേഹമൊന്നുമില്ല. അവൾക്ക് ബോധിച്ചല്ല അവൾ ജീവിക്കും. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഈ പിള്ളേർക്ക് 4 കോടിക്ക് വെളിയിൽ ആസ്തി ഉണ്ടാക്കി കൊടുത്തു, 1.5 ഏക്കർ സ്ഥലം. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 4 കോടി ആസ്തി അവരെ പേരിൽ കൊടുത്ത്. പിന്നെ അവരാണ് ഇത് ഓരിയത്. ഓരിയപ്പോൾ ഒരു 12 സെൻറ്റ് അവരെ കയ്യിൽ നിന്ന് തെറ്റി. ഇപ്പം എൻ്റെ പേരിലാണ് കരം തരുക. അതെനിക്ക് വിൽക്കണം. വൈഫിൻ്റെ പേരെന്താണ്? സുധ. അളിയൻ്റെ പേരെന്താണ്? സുഭാഷ്. ഈ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? മക്കളിപ്പോൾ എന്ത് ചെയ്യുന്നു? മക്കൾ കൂടെ ഉണ്ടോ അവിടെ? മക്കളെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക സൈസ് ജീവിതമാണ് അവർ. നമ്മളെ ആളുകളെ ഒന്നും അവരൊക്കെ കണ്ടുകൂടാ. മക്കൾക്കും കണ്ടുകൂടാ, തള്ളയ്ക്കും കണ്ടുകൂടാ. നമ്മളെ ആളുടെ വീടുകളിലൊന്നും പോവില്ല. പിന്നെ പിള്ളേരെ ഒന്നും ഒരു ഉയർച്ചയെ കൊണ്ടുവരണം തള്ളയ്ക്കുന്നില്ല. ഒരു പിള്ളേരും വരുന്നില്ല. എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ മക്കളും സഹിതം 19 പിള്ളേരുണ്ട്. 19 പിള്ളേരിൽ ഈ 3 പിള്ളേർ ഒഴിച്ച് ബാക്കി എൻ്റെ സഹോദരൻ മക്കളെല്ലാം നല്ല നിലയില്ല. 12 സെന്റ് സ്ഥലം മാമൻ്റെ പേരിൽ എങ്ങനെയാണ് തിരിച്ചു വന്നത്? തിരിച്ച് തന്നതല്ല, ഇവരെ കയ്യിൽ നിന്ന് കൈ തെറ്റി അവിടെ കിടന്ന് എൻ്റെ പേര് കരം തീർത്തെടുത്ത്. ശരി. ഈ വസ്തുവിന് വേണ്ടിയിട്ടാണോ മാമനെ ഭ്രാന്താശുപത്രി കൊണ്ടിട്ടത്? ഈ വസ്തുവിന് വേണ്ടിയല്ല, എൻ്റെ ഈ ബാങ്ക് അക്കൗണ്ട് അത് അവരെ ഞാൻ ഈ വക കൊടുത്തല്ലേ. പിന്നെ ഈ 13 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കണം. അത് എൻ്റെ ആവശ്യത്തിനുള്ളതാണ്. അത് മരിക്കണം ബാക്കിയുണ്ടെങ്കിൽ അവരെടുത്തോട്ടെന്ന് ഞാനും വിചാരിച്ച്. അത് അവർ കൈക്കലാക്കാനാണ് ഈ വേല ചെയ്തത്. മാമൻ ഈ 3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാത്ത എന്തെങ്കിലും പേടി കൊണ്ടാണോ? ഒരു വിഷമമില്ലെന്ന് പേടി കൊണ്ടാണോ? അങ്ങനെയല്ല, അവരുടെ സ്വഭാവം ശരിയല്ലെന്നുണ്ട് ഞാൻ മാറി പേടിയുണ്ടെന്ന് തന്നെ അവർ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്.
പിന്നെ കഴിക്കാത്തത്. കഴിക്കാത്തല്ല ഇപ്പോൾ വിഷമം അങ്ങോട്ട് ഒന്നും ഈ വിചാരിച്ചു. 40 ദിവസം മാമനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പറയുന്നത്. ഈ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലെന്ന് വെച്ചാൽ ഇത് കേൾക്കാത്ത ഭാഗങ്ങൾ വരുമല്ലേ, എന്നാൽ അവന്മാരെ എപ്പോഴും ഉപദ്രവിക്കും. ഉപദ്രവിക്കും അല്ലേ? ശരിക്കും മാമനെ അടിച്ചോ? 80 വയസ്സുള്ള മാമനെയൊക്കെ അടിക്കുക? എന്നെ നല്ല വൃത്തിയായിട്ട് അടിച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു പിടിച്ചുകൊണ്ട് പോകുന്ന മുമ്പേ ദിവസം 4 കിലോമീറ്റർ പോകേണ്ട ഇടയ്ക്ക് ചോദിക്കും ഞാൻ നടക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ശകലം നടക്കാൻ ഒക്കില്ല. ആ രീതിയിൽ മാമനെ അടിച്ചു. ആ രീതിക്ക് അടിക്കുകയും ഈ ഗുളിക തരുകയും ചെയ്ത്. മാമന് ഈ ഹോസ്പിറ്റലിൽ തരുന്ന ഗുളികളൊക്കെ മാമൻ കഴിക്കാറുണ്ടായിരുന്നു? അത് കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ ഇടയിൽ ഞാൻ ഒളിക്കും, കുറച്ച് ഒളിച്ചു വെച്ചിട്ട് അപ്പോൾ അവർ വാ തുറന്നൊക്കെ നോക്കും വെള്ളം കുടിച്ചിട്ട് നമ്മൾ. അപ്പോൾ നാക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ അവർ കാണൂല, എടുക്കും, അത് ഞാൻ കക്കൂസും കൊണ്ടുവന്ന് കളയും. ഇത് ഭ്രാന്ത് തന്നെയാണ്. ഭ്രാന്തനാക്കാനുള്ള ശ്രമമായിരുന്നു അവർക്ക്. ഭ്രാന്തനാക്കുക അല്ലെങ്കിൽ ചാവുക. അപ്പോൾ 40 ദിവസം കിടന്നപ്പോൾ അതിനൊന്നും പോയി ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ എനിക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ വിളിച്ച് പറഞ്ഞിട്ട് അവർ ഗവനിച്ചില്ല. പിന്നെ ഈ ചെക്കനൊക്കെ വന്ന് അവിടെ വഴക്കുണ്ടാക്കിയാണ് എന്നെ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് അവരെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ എനിക്ക് മനോരോഗം ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് 26,000 രൂപ കൊടുത്ത് എഴുതി അടിച്ച്. അല്ല, എൻ്റെ രണ്ടാമത്തെ മരുമകൻ ഷാജി എഴുതി അടിച്ച് എഴുതി അടിച്ച് കൊണ്ടുവരണ വഴിക്ക് ഞാൻ കിളിമാറ്റ് വെച്ച് അവൻ്റെ ചോദിച്ച് വീട്ടിലാരൊക്കെ ഉണ്ട്? അത് ഷീജ ഇവിടെ ഉണ്ട്, എൻ്റെ ഇളയ മോള്. അവൾ പറയണ പോലെ കേട്ട് നടന്നോളണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ഞാൻ അപ്പം പതുക്കെ ജംഗ്ഷനിൽ പതുക്കെ വരെയായിരുന്നു. ഞാൻ ഡോർ തുറന്ന് ഇറങ്ങി. ഞാൻ നീ പോയാൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അടിച്ചോ? അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോകുമ്പോഴേ 1 മാസം കഴിക്കാനുള്ള MBBS ഡോക്ടർമാരെ കുറിച്ച് മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിരുന്നു. വേഗന്മാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതും കൂടെ അവിടെ കൊണ്ടുവന്ന് അതെടുത്തവന്മാർ കാട്ടി എറിഞ്ഞിട്ട് ദിവസം 4 നേരം ഇത്ര ഗുളിക തരും. അത് ഭ്രാന്തെടുക്കാനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ വായിലിട്ടിട്ട് നാകിൻ്റെ അടിയിൽ കുറച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചേട്ടാ, മാമൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ? അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മാമൻ പറയുന്നതിൽ കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞാൻ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. മാമൻ്റെ ആരാണ് ചേട്ടൻ? ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരനാണത്, ശേഷക്കാരനാണ് ഞാൻ. അപ്പോൾ പുള്ളി ഇപ്പോൾ കുറേ നാൾ വീട്ടിൽ ഇങ്ങനെ കുടുംബമായിട്ട് ചെറിയ പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഭക്ഷണമൊന്നും ഇരുന്ന് കഴിക്കത്തില്ല. 2-3 മാസമായി. മാമൻ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ, സുഭാഷ് എന്ന് പറയുന്നത് മാമൻ്റെ അളിയനാണ്, വൈഫിൻ്റെ സഹോദരൻ. പുള്ളി ഇവിടുത്തെ CPM-ൻ്റെ കിളിമാനിലെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരൻ കുറച്ച് ആൾക്കാരെ അയച്ചിട്ട് ഈ മാമനെ ബലമായിട്ട് പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോയി ഇവിടെ ഇവിടെ നമ്മുടെ കല്ലമ്പലത്തിലുള്ള ഒരു മൈൻഡ് റിവൈവൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അത് അവിടെ കൊണ്ട് യഥാർത്ഥത്തിൽ തള്ളി എന്ന് പറയുന്നതാണ് കറക്റ്റ്. അതിനകത്ത് കൊണ്ട് പൂട്ടിയിട്ടാണ് ജയിലിൽ ഇട്ടേക്കുന്നതാണ് ഇട്ടിരുന്നത്. അത് ഇങ്ങനെ ഈ മാമനെ കാണാനുള്ള വാർത്ത നമ്മൾ ഇവിടെയൊക്കെ ജനങ്ങൾ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മളെ ചെവിയിലെത്തി. അമ്മമാരും നമ്മളെ കുഞ്ഞമ്മയും മൂത്തമ്മയും എല്ലാവരെയും ചെവിയിലെത്തിയപ്പോൾ നമ്മളിതിനെക്കുറിച്ച് എന്താണ് സംഭവം, മാമനെ കാണാനില്ല. അപ്പോൾ ഇത് എന്നാൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അന്വേഷിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, മാമനെ എവിടെ മാറ്റി നമ്മൾ ട്രീറ്റ്മെൻറ്റിനാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ് മാമൻ എന്താ പ്രശ്നം? മാമനൊരു പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ ഈ മാമനെ കൊണ്ടുപോകുന്നതിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പും അതിൻ്റെ 2 ദിവസത്തിന് മുന്നേയും ഞാൻ പോയി മാമനെ കണ്ടതാണ് വീട്ടിൽ പോയിട്ട്. എന്നിട്ട് മാമന് എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവിടെ അവർ തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അറിയാം. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞ് മാമനെ കാണാനില്ല, എവിടെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് അവർ വീട്ടിൽ ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഒന്നും പറയത്തില്ല, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാമന് ട്രീറ്റ്മെൻറ്റ് മുടക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പക്ഷേ ഞങ്ങൾക്ക് മാമന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിയണം, അത്രമാത്രം മതി എന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ അറിയിക്കത്തില്ല എന്നുകൊണ്ട് ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും, നമുക്ക് കണ്ടേ പറ്റുള്ളൂ, ആളിനെ എവിടെയാണെന്ന് നമുക്ക് അറിയണം. അത് കഴിഞ്ഞ് അവരോട് നിങ്ങൾ എന്തുവാണോ ഇത് പറഞ്ഞത്. അങ്ങനെ നേരെ നമ്മൾ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. മാമനെ കാണാനില്ല, എവിടെയാണെന്ന് അറിയില്ല, വീട്ടുകാരെടുത്ത് ചോദിച്ചിട്ട് അവർ പറയുന്നുമില്ല. അവരെടുത്ത് അപ്പോൾ ഈ സുഭാഷ് എന്ന് പറയുന്ന ആൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ആൾറെഡി എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ് ഭരണപക്ഷമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്ക് എന്താ കുറച്ച് സ്വാധീനമുണ്ട് ആ ഏരിയ മുഴുവൻ. അവിടെ കരവാരത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടൊക്കെ പുള്ളി നേരത്തെ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പിടിപാട് കൊണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ എത്ര FIR ഇട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും അവരൊന്നും ചെയ്യുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് അന്ന് രാവിലെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത് വൈകിട്ടായിട്ടും റിസൾട്ട് കിട്ടിയില്ല. വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ DYSP ഓഫീസിൽ സാറിനെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് റിസൾട്ടും തരുന്നില്ല, ഞാൻ സാറിനെ പോയി കാണുമെന്ന്. അപ്പോൾ സാറിന് DYSP സാറിനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഓക്കെ നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5-5:30 ആയപ്പോഴത്തേക്ക് ഞാനും അമ്മയും മുത്തമ്മയും കുഞ്ഞമ്മയും എല്ലാവരെയും കൂടെ കൊണ്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു, മാമനെ കണ്ടുകിട്ടണം, ഇങ്ങനെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, വീട്ടുകാർ പറയുന്നില്ല. അങ്ങനെ സാറ് വിളിച്ച് ചോദിച്ചു, അവർ നമ്പർ ആരെങ്കിലും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരാളുടെ നമ്പർ കൊടുത്തു. അവരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് മാമൻ എവിടെയുണ്ടെന്ന് അന്നും പറഞ്ഞില്ല. അവരെടുത്ത് പറഞ്ഞ് പിറ്റെന്ന് പറയാൻ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുണ്ട്. അയാൾ എവിടെയാണെന്ന് പറഞ്ഞില്ല, കല്ലമ്പലത്തുണ്ടെന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ കുടുംബം എല്ലാവർക്കും ആലോചിച്ചതിന് ശേഷം പിറ്റെന്ന് ഈ DYSP സാർ എല്ലാവരും അവിടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. രണ്ട് വിഭാഗക്കാരെ, മാമൻ്റെ രണ്ട് സൈഡായിട്ട് ആൾക്കാർ രണ്ട് സൈഡായിട്ട് മാറിയപ്പെട്ട് അവിടെ എല്ലാവരും അവിടെ മീറ്റിങ്ങിനായിട്ട് വിളിച്ചു. എന്നിട്ട് അവരെടുത്ത് പറഞ്ഞ് എവിടെയാണ് കിടക്കുന്നതെന്ന് അവരെടുത്ത് പറഞ്ഞേ പറ്റും. ഒരു സഹോദരിമാരാണ്, ശേഷന്മാരാണ്, എല്ലാവർക്കും അറിയണം, ഇവിടെയൊക്കെ മാമൻ അസുഖമായിട്ട് കിടക്കുന്നെങ്കിലും അറിയണമല്ലോ. അങ്ങനെ അത് അങ്ങനെ DYSP എവിടെ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇന്നടുത്തുകൊണ്ട് നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരങ്ങനെ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ഒരു 2-3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന്. അവർ പറഞ്ഞ് പറ്റത്തില്ല, ഡോക്ടർ പറയുന്നത് അപ്പോൾ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ, മാമൻ എന്ത് അവസ്ഥയാണ്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണം, എനിക്ക് അതിന് ഒരു റിപ്പോർട്ട് എഴുതി തരണം, എനിക്ക് ഡോക്ടറുടെ സൈഡിൽ നിന്ന് എനിക്കൊരു എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഒരു രേഖ വേണമെന്ന് പറഞ്ഞു, ഒരു റെക്കോർഡ് എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടേ പോകുന്ന നിർബന്ധം പിടിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ എന്നാൽ കുറച്ച് സമയം കാണാൻ വേണ്ടി അകത്ത് കൊണ്ടുപോയി. മാമനെ മുകളിലെങ്ങാണ്ടാണ് ചികിത്സിക്കുന്നത്. മാമനെ താഴെ 2 പേര് പിടിച്ചുകൊണ്ട് വന്ന് ഒരു റൂമിൽ കൊണ്ടിരുത്തി. അവിടെ അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് മാമനോട് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ അതിനകത്തിരുന്നിട്ട് അവർ മാമ ഒന്നും പറഞ്ഞിട്ടില്ല, മാമൻ പേടിച്ചിരിക്കുക, ഒന്നും പറയുന്നില്ല, മാമൻ സംസാരിക്കാനുള്ള ആ ശക്തി പോലും ഇല്ല. മാമ അവിടെ ചെന്നപ്പോഴത്തേക്ക് തലയിഞ്ഞ് കൊമ്പിട്ടിരിക്കുന്നു, കണ്ണ് ചെറുതായിട്ട് തുടങ്ങുന്നു. ഞാൻ വിചാരിച്ച മരുന്നിൻ്റെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനും ഉണ്ടായിരുന്നു. മാമൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മാമ അതിന് മറുപടിയൊക്കെ തരുന്നുണ്ട്, എന്നാലും ക്ലിയർ അല്ല പുള്ളിക്ക് അങ്ങനെ നടക്കുന്നു. അതെ, ഇവിടെ 4 കിലോമീറ്റർ നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പം പുള്ളിക്ക് നടക്കാൻ വയ്യ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിനെതിരെ പരാതി കൊടുക്കാനായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷ്യം മാത്രം പോരെ, അദ്ദേഹത്തെ നിർബന്ധിച്ച് അടിച്ചു, കബള് തുറന്നു, ഗുളിക വയലേക്കിട്ട് അദ്ദേഹത്തിന്റെ ഒറ്റ സാക്ഷ്യം മാത്രം പോരെ. പക്ഷേ ഞങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ എല്ലാം ഈ ഹോസ്പിറ്റലിന് ഇവിടെ പേര് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരു നിയമ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും ഇതിന് മൈൻഡ് റിവൈവൽ കല്ലമ്പലത്ത്. അപ്പോൾ ഈ ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ മാമനെ ഈ രീതിയിൽ കൊണ്ടിട്ടത് സുഭാഷാണ്. പുള്ളിയുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവിടെ ആരും കേസെടുക്കുന്നില്ല. നീതി എന്ന് പറയുന്ന മാമനില്ല. അതിന് ആകെ നീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കോടതി ബഹുമാനപ്പെട്ട നീതി സംവിധാനത്തിന് കിട്ടിയിട്ടുള്ള കോടതിയിൽ നിന്നാണ്. നമ്മുടെ നമ്മുടെ ആറ്റിങ്ങിലുള്ള മുൻസിഫ് കോടതി. അവിടെ മാമന് അവിടെ ഇപ്പം ഭ്രാന്തില്ല എന്ന് നമ്മളവിടെ കൊണ്ടുപോയി അവർ മജിസ്ട്രേറ്റിന് തെളിഞ്ഞു. അതുകൊണ്ട് മാമൻ്റെ ഭാര്യ കൊണ്ടുകൊടുത്തിട്ട് കേസ് തള്ളിപ്പോയി. എന്തിനാണ് മാമൻ ഇപ്പോൾ ഒരു ഭ്രാന്തനാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യം? അതെ, അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മാമന് ഒരു ലോറി മുതലാളിയായിരുന്നു. തിരുവാതിര എന്ന് പറയുന്ന ഒരു ലോറിയും ഉണ്ടായിരുന്നു. ആ സ്വന്തമായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടി ഓടിച്ച് രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി. ഏകദേശം ഈ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗമൊന്നുമല്ല, അതിൻ്റെ 4 കോടിയോളം രൂപയുടെ സമ്പാദ്യം 3 മക്കൾക്കും എഴുതി കൊടുത്തു. ഇനിയും ബാക്കി ഒത്തിരി പൈസ മാമൻ്റെ ചിലവിന് വേണ്ടി, ഇപ്പം പറഞ്ഞില്ലേ 3 വർഷമായിട്ട് പുള്ളി ഭക്ഷണം വീട്ടിൽ നിന്നല്ല കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നല്ല കഴിക്കുന്നത് 3 വർഷമായിട്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ഹോട്ടലുകളിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. 13.5 ലക്ഷം ഉണ്ടെന്നാണ് മാമൻ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല.
മാമൻ പറയുന്നതും ഇപ്പോൾ അവിടെ ഇവിടെ ആൾക്കാർ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് 13.5 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്നും അപ്പോൾ ആ ഒരു പൈസ അവർക്ക് മാമൻ ചിലവാക്കുന്ന ഇഷ്ടമല്ല. ആ പൈസയും കൂടെ അവർക്ക് കിട്ടിയാൽ സന്തോഷം. പിന്നെ 12 സെന്റ് വസ്തുവിൻ്റെ കേസ് പറഞ്ഞല്ലോ. 12 സെന്റ് വസ്തുവിൻ്റെ ഇവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വഴി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം ഇട്ടിരുന്നത്. പക്ഷെ അവിടെ വഴിയുടെ ആവശ്യമില്ല. ഇത് ആക്ച്വലി ഇതെല്ലാം റോഡ് സൈഡിൽ കിടക്കുന്ന വസ്തുവാണ്. പിറകോട്ട് പിന്നെ ആ വസ്തുവിൻ്റെ ബാക്കിലോട്ട് പോകാനുള്ള വഴിയില്ല. അത് മാമൻ്റെ പേരിൽ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. അത് പ്രമാണം ചെയ്തിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും മാമൻ്റെ പേരിൽ തന്നെയാണ് കരം പോക്കോരോ ചെയ്ത് കിട്ടുന്നത്. ഇനി എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മാമൻ്റെ വീട്ടിൽ നിന്ന് മാമൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഇത് തരത്തില്ല, ഈ 12 സെൻറ്റ് ഞാൻ വിറ്റ് ചിലവാക്കും, നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ആ വസ്തു വയ്ക്കാതിരിക്കാനും ഈ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രവൃത്തി എല്ലാം കാണിച്ചത്. അതെ ഇവർ ഈ കാണിക്കുന്ന ഇത്രയും സമ്പാദിച്ച് കൊടുത്ത ഒരു മനുഷ്യൻ്റെ കൂടെയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾക്ക് വളരെ വിഷമം തോന്നുന്നു. ഒന്നും സമ്പാദിച്ച് കൊടുക്കാത്ത ആൾക്കാർ ഈ ഭൂമിയിൽ ഒരുപാടുണ്ട്. ഈ പാവൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ മാമൻ്റെ അടുത്ത് ചോദിച്ചു, മാമൻ ജന്മത്തിൽ ഒരിക്കലെങ്കിലും ടൂർ പോയിട്ടുണ്ടെന്ന് മാമൻ്റെ വെറുതെ ചോദിച്ചു. അപ്പോൾ മാമൻ പറയുന്നത് ഒന്നും പോയിട്ടില്ല. മാമൻ ആകെ ചെയ്തിട്ടുള്ളത് രാവിലെ എണീക്കുന്നു, ലോറിയും കൊണ്ട് പോകുന്നു, ഒരു രാത്രി 12 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. ഇതാണ് മാമൻ്റെ ജീവിതം. ഇപ്പോൾ കുറേ കാലമായിട്ട് വയസ്സായതുകൊണ്ട് അങ്ങനെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇവർ ഇന്ന് ഈ മാമനെ കൊണ്ട് അവിടെ ഈ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവർ നല്ലവണ്ണം ചെയ്ത് ശാരീരികമായിട്ട് മർദ്ദിച്ചതിന് ശേഷം മാമൻ്റെ അതിന് വൂണ്ട് സർട്ടിഫിക്കറ്റൊക്കെ നമ്മളതിലുണ്ട്. മാമനെ ഇങ്ങനെ കൂടുതൽ മർദ്ദിച്ചതിൻ്റെ കയ്യിലും അടയാളം. ഹോസ്പിറ്റലിലും ഒരുപാട് കൈകാര്യം ചെയ്തു, ശാരീരികമായിട്ട് വീട്ടിലും കൈകാര്യം ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മൾ മാമനെ വീട്ടിൽ പോയി കണ്ടു. അന്ന് മാമൻ്റെ കയ്യിൽ കുറേ ഈ ഹോസ്പിറ്റലിൽ അടിച്ച കുറേ പാടുകളുണ്ടെങ്കിലും അതിനുശേഷം വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ 2-3 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുമ്പോഴത്തേക്ക് കയ്യിലും കാലിലും എല്ലായിടത്തും ചുവന്ന പാടുകൾ. അപ്പോൾ മാമൻ്റെ ചോദിച്ചു, ഇതെങ്ങനെ ഇത്രയും ഈ പാടൊക്കെ ഇത് ഇവിടെ നിന്ന് കിട്ടി? അപ്പോൾ പറഞ്ഞ് ഇതെല്ലാം വീട്ടിൽ അവരെല്ലാം കൂടെ കൈകാര്യം ചെയ്തെന്നാണ് നമ്മുടെ മാമൻ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല ചേട്ടാ, ഇപ്പോൾ ഒരു പുതിയ നിയമമുണ്ട്. അതായത് നമ്മൾ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ എല്ലാം ഉണ്ടായി കൊടുത്ത് നമ്മുടെ വയസ്സായ കാലത്ത് നമ്മളെ നോക്കിയില്ലെങ്കിൽ തിരിച്ചെഴുതി വാങ്ങാനുള്ള നിയമമുണ്ട്. ഇപ്പോൾ നിയമമുണ്ട്. ആ നിയമം അറിയാം, രണ്ടുപേർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളോ മാമനോ ഇതൊന്നും മക്കൾക്ക് കൊടുക്കേണ്ടെന്നല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് കൊടുത്തോട്ടെ, അവർ തന്നെ എടുത്തോട്ടെ. ആർക്കും നമുക്ക് ഇപ്പോൾ ആ വസ്തു ഇട്ടിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല നടക്കുന്ന ഒരാളല്ല ഞാനും. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നും വസ്തു പിടിച്ച് പിടിക്കാനല്ല, മാമന് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഈ മാമനെ പിടിച്ച് ഈ വയസ്സാം കാലത്ത് ഈ 80 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ പിടിച്ച് കൊണ്ടുവന്ന് മനോരോഗിയാക്കാനും കൊല ചെയ്യുന്ന ഈ ഇപ്പം മാമനെ അന്ന് ഞങ്ങൾ പോയി കണ്ടില്ലായിരുന്നു. മാമൻ എന്നേ മരിച്ചു പോയിരുന്നു. ഏകദേശം 1 മാസം ഇപ്പോൾ കഴിഞ്ഞായിരുന്നു. ആ അവസ്ഥയിലാണ് മാമനെ ലാസ്റ്റ് കിട്ടിയത്. ശരി, ഓക്കെ. നമ്മുടെ മാമൻ്റെ അളിയനെന്ന് പറയുന്നത് സുഭാഷ്, ഏരിയ കമ്മിറ്റി അംഗമാണ്, CPM-ൻ്റെ കിളമ്മാനൂർ ഏരിയ കമ്മിറ്റി അംഗം. അപ്പോൾ പുള്ളിക്കാരൻ എനിക്കെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഞാൻ മാമനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുകയാണ്, മാമൻ്റെ കൂടെ നിൽക്കുന്ന ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഇവർ മാമനെതിരെ കൊടുത്തിട്ടുള്ള മാമൻ്റെ വൈഫ് കൊടുത്തിട്ടുള്ള മാമൻ മെൻ്റൽ രോഗിയാണെന്നും പറഞ്ഞ് ഒരു കോടതിയിൽ കൊടുത്തിട്ടുള്ള പരാതിയാണ്. അതിലൊന്നും എൻ്റെ പേരും ഇല്ല. അന്നൊന്നും ഞാൻ ചൂഷണം ചെയ്യുന്നവനല്ല. കൊടുത്തിരിക്കുന്ന ഡേറ്റ് നോക്കണം നിങ്ങൾ, എത്ര 22-ാം തീയതിയാണ് കേട്ടോ. 22-ാം തീയതിയാണ് കൊടുത്തിരിക്കുന്നതാണ്. ഡിസംബർ 22-ാം തീയതിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അന്നൊന്നും ഞാൻ ഗൾഫിലാണ്. അന്നൊന്നും എൻ്റെ പേരില്ലായിരുന്നതിൽ ഇപ്പം ഞാൻ മാമന് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചൂഷകനായി, മാമൻ്റെ പൈസ അടിച്ചു മാറ്റുന്നവനായി. അങ്ങനെയാണ് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ സംഭവിച്ചോളൂ. പുള്ളിക്കാരെ എന്നെ അങ്ങ് വേറും വൃത്തികെട്ട രീതിയിൽ വാർത്താ സമ്മേളനം നടത്തി. മാമനതാ അന്നവർ ആരോപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമന് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്നുള്ളതിന് നമ്മളത് കോടതിയിൽ പോയി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുണ്ട്, അത് തള്ളി എന്നുള്ള തെളിവുണ്ട്. ഇനി മാമൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കുക, വല്ലതും നമ്മളങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ടാകും മാമൻ്റെ. ഏതായാലും 80 വയസ്സുള്ള ഈ ഒരു മാമനാണ് നമ്മുടെ അടുത്തെല്ലാം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ബാക്കി അവരുടെ ശേഷക്കാരന്മാരൊക്കെയാണ് ബാക്കി കാര്യങ്ങളും പറഞ്ഞത്. ഇതിൻ്റെ പിറകിൽ ഭരണപക്ഷം ആയതുകൊണ്ട് തന്നെ പോലീസിനൊക്കെ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളത് വയ്ക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്കും ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മുന്നിലേക്കുമാണ്. ഇത്തിരിയെങ്കിലും സത്യസന്ധതയുള്ള പോലീസുകാരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. കാരണം ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാനുള്ള ശ്രമം ഇവർ തടഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെയും പ്രശ്നം നടക്കുന്നത് എന്നാണ് ഇവരുടെയൊക്കെ ആരോപണം. ശരിയാണെങ്കിൽ നീതി ലഭിക്കേണ്ടത് 80 വയസ്സുള്ള ഈ ഒരു മാമനാണ്. വിസ്മയാസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ, സൈനിങ് ഓഫ്.